ഹായ് ഓൾ, വെൽക്കം ടു അഡാപ്റ്റ് 24/7 മലയാളം. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ കുറേ പേരെങ്കിലും RRB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തൊക്കെയാണ് എക്സാമിൽ പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ഏരിയയ്ക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് പോർഷൻ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു തീർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് സ്കിപ്പ് ചെയ്യാൻ പാടാത്ത ടോപ്പിക്സ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നാഷണൽ ന്യൂസ് ആണ്. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർനാഷണൽ ന്യൂസും. നാഷണലും ഇൻ്റർനാഷണൽ ന്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ സംഗതികൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സമ്മേളനങ്ങൾ അല്ലേ. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചു, എന്തെങ്കിലും MOUs ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്തിൻ്റെങ്കിലും വേദിയായിട്ടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ്, എല്ലാ അപ്പോയിൻമെൻറ്റ്സും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ്, അത് ഇന്ത്യൻ വംശജരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് എക്സാമിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരെണ്ണമാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് വുമൺ ഇൻ ന്യൂസ്. സ്ത്രീകൾ വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ, പുസ്തകങ്ങളായിക്കോട്ടെ, ആത്മകഥകളായിക്കോട്ടെ, അതുപോലെ തന്നെ വിയോഗങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിൽ, അവാർഡുകൾ കിട്ടിയത്. അപ്പോൾ സ്ത്രീകൾ എന്തെങ്കിലും ഒരു വാർത്താ പ്രാധാന്യം നേടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അവരുടെ മേഖല എന്താണ്, അവരുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, സിനിമകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവാർഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. വളരെ ഡീപ്പായിട്ട് പഠിക്കണം എന്നല്ല, വളരെ ശ്രദ്ധ നേടിയ വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങൾ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ, പിന്നെ അതിൻ്റെ തീംസ് എന്തെങ്കിലും നമ്മൾ ഓർത്തിരിക്കണമെങ്കിൽ, അത് പ്രധാനപ്പെട്ട ഡേ, എൻവയോൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേ, അതിൻ്റെ തീം എന്താണ്, 2024 തീമും നമ്മൾ അറിഞ്ഞിരിക്കണം, 23 കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം എക്സാംസിൽ 23 ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ അറിഞ്ഞിട്ടുണ്ടാവണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഡേയ്സ് ആൻഡ് തീംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ചോദിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട തീംസ് ചോദിക്കാം. പ്രധാനമായിട്ടും ഡേയ്സ് ആൻഡ് തീംസ് വരുന്നത് ഈ രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള ദിനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദിനങ്ങൾ, അതിൻ്റെ തീംസ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ റാങ്കിങ് ഇൻ വേരിയസ് ഇൻഡെക്സസ്, ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ലേ, അതുപോലെ ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ പീസ് ഇൻഡെക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ഇതൊക്കെ സാധാരണ എക്സാമിൽ ചോദിക്കാറുള്ളതാണ്. അതിൽ നമ്മൾ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ടോപ്പിൽ ആരാണ്, അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ ആരാന്നുള്ളത് ചിലപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇത് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ, ഒരിക്കലും തീരാത്തൊരു സംഗതിയേ അല്ല. ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സ്, അങ്ങനെയുള്ള എല്ലാ എക്സാമിലും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് കൂടെയാണ് ഇൻഡെക്സുകൾ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. ഇന്ത്യയിൽ പല ഭാഗത്തും പല രീതിയിലുള്ള ആർട്സ് അല്ലേ, ആർട്സ് ആൻഡ് ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നടന്നത് എവിടെയാണ്, അത് ചിലപ്പോൾ അതിന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ കാണാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെലിബ്രേഷൻ, ഈ ഒരു ഫെസ്റ്റിവൽ എവിടെയാണ് ആഘോഷിക്കുന്നത്, അപ്പോൾ അത് വാർത്താശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചിലതുണ്ട്, അതും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവണം. എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആണ്. പ്രധാനപ്പെട്ട അവാർഡുകൾ
പിന്നെ ബഹുമതികൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലെ പരമോന്നത ബഹുമതികളൊക്കെ ഇന്ത്യക്കാർക്ക് കിട്ടാറുണ്ട് അല്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നതുമാണ്, അതറിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, നൊബേൽ പ്രൈസ് അല്ലേ, അതുപോലുള്ള പുരസ്കാരങ്ങൾ, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സാമിൽ ചോദിക്കുന്നതാണ്. നാഷണൽ ഫിലിം അവാർഡ്സ് മിക്ക എക്സാമിൽ ചോദിക്കുന്നതാണ് അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ശരി, അതുപോലെ തന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഒരു ബാങ്ക് എന്തെങ്കിലും ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റെപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ട് ബാങ്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് വേണ്ടിയിട്ട്, അതെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം, സ്കീംസിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഇതൊക്കെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബിൽസ് ആൻഡ് ആക്ട്സ്, ബില്ലുകളെ പറ്റി, ആക്ട്സിനെ പറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസിനെ പറ്റി, അത് അവതരിപ്പിച്ചത് ആരാണ്, ഡേറ്റ് ഏതാണ്, അംഗീകാരം കിട്ടിയ ഡേറ്റ് ഏതാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയേണ്ട കാര്യമില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഇന്ത്യൻ ഡിഫൻസ്, പ്രതിരോധ മേഖല അല്ലേ, പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ പറ്റി നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മിസൈലുകൾ ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യ വാങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങൾ, വാർത്താ പ്രാധാന്യം നേടിയിട്ട് ഡിഫൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫാക്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പേരുകൾ, ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരുകളുണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് എന്ത് തന്നെ വാർത്തയിൽ വന്നാലും നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഇനി അടുത്തത് ഗവൺമെൻറ് സ്കീംസ് ആണ്. ഏത് എക്സാമിനാണ് ഗവൺമെൻറ് സ്കീംസിനെ പറ്റി ക്വസ്റ്റ്യൻസ് വരാതിരിക്കുക അല്ലേ, എല്ലാ എക്സാമിലും ഗവൺമെൻറ് സ്കീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആയിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് ആയിരിക്കാം ചോദിക്കുന്നത്, ആരാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്നുള്ള കാര്യമായിരിക്കും ചോദിക്കുന്നത്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ ആ ഒരു സ്കീം വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയ ഒരു സ്റ്റേറ്റിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതിൽ 1ാം സ്ഥാനത്തെത്തിയ സ്റ്റേറ്റ്, അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഏറ്റവും ബാക്കിലുള്ളത്, ഇങ്ങനെയുള്ളതെല്ലാം എക്സാമിൽ സ്കീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയി, ഇപ്പോൾ സ്ത്രീകളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അവർക്കൊരു പൈസ കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യം, അതായത് ഒരു എമൗണ്ട് വരെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങൾ അത് നമ്മൾ ഡീപ്പായിട്ടും, മറ്റുള്ള സ്കീംസ് ആണെങ്കിൽ ഒരു പരന്ന വായന നമ്മൾ പറയില്ലേ, ഒരുപാട് ഡീപ്പായിട്ട് പോവാതെ ആ ഒരു രീതിയിലും. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൽ തന്നെ ഒരുപാട് എക്സാംസ്, ടെസ്റ്റ് പാക്ക് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഏത് പാറ്റേണിലാണ് എക്സാം വരിക അല്ലേ. ഇതുവരെ ചോദിച്ച എക്സാംസിൻ്റെ പാറ്റേണിലാണ് നമ്മൾ ആ ടെസ്റ്റ് പാക്കൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഐഡിയ ഉണ്ടാകും. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്, വാർത്തകളിൽ പ്രാധാന്യം നേടി വന്ന ആളുകൾ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉറപ്പായിട്ടും നമുക്ക് ന്യൂസ് കാണുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ, കറണ്ട് അഫെയർ ക്ലാസ്സുകളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ, മാഗസിൻസ് ഒക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്കറിയാം അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ള കാര്യങ്ങൾ, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ വാർത്തകളിൽ വന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പേഴ്സൺസ് ഇൻ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് GI ടാക്സ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ്. സാധാരണ നമ്മൾ എക്സാമിൽ കാണാറുള്ളതാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു, ഇത് എവിടുത്തെ പ്രൊഡക്റ്റാണ്, ഏത് സ്റ്റേറ്റിലെ പ്രൊഡക്റ്റാണ് എന്നൊക്കെ ചോദിക്കാം അല്ലേ. ഇപ്പോൾ കേരളത്തിലെ ആണെങ്കിലും, തമിഴ്നാട്ടിലെ ആണെങ്കിലും, ഗുജറാത്തിലെ, ഒരുപാട്, ജമ്മു കാശ്മീർ, ഒരുപാട് പ്രൊഡക്ട്സിന് GI ടാഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ വാർത്തകൾ റീസെൻ്റ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. അത് ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് റൈസിൻ്റെ പേരായിരിക്കാം ചിലപ്പോൾ തരുന്നത്. എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് മാജിക് റൈസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരെ. അത് എന്താണെന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് തന്നിട്ട് അത് എവിടത്തെയാണെന്നുള്ളതും ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫേമസ് ബുക്സ് ആൻഡ് ഓതേഴ്സ്, റീസെൻ്റ് ആയിട്ട് വാർത്തകളിൽ വന്നിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് പ്രാധാന്യം നേടിയിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി പ്രാധാന്യം നേടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ടൊരു ആത്മകഥ വന്നു അത്, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പുസ്തകം വന്നു അത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു അത്, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം.
വളരെ ഡീപ്പായിട്ടല്ല, പക്ഷെ വാർത്താ പ്രാധാന്യമുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം. ഈവൻറ്റ്സ് ആൻഡ് സമ്മിറ്റ്, പല സമ്മേളനങ്ങളും പല രാജ്യങ്ങളിലും നടക്കുന്ന ഇന്ത്യ വേദിയാവുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് വേദിയുണ്ടെങ്കിൽ ഡീപ്പായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇന്ത്യ അങ്ങോട്ട് ആ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു കരാറിൽ ഒപ്പുവെച്ചോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സും പാരാലിമ്പിക്സും ഒക്കെ കഴിഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് പേഴ്സൺസ് അവർ ഏതൊക്കെ കായിക ഇനങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, വേദികൾ, ജയിച്ചത്, പരാജയപ്പെടുത്തിയത് ആരെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി വിയോഗങ്ങളാണ്. ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്, അതുപോലെ തന്നെ അവർക്ക് അവാർഡ്സ് എന്തെങ്കിലും റീസെൻ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ ഏതെങ്കിലും ബുക്സ് അല്ലെങ്കിൽ വർക്ക്സ് അല്ലേ, അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ മരണപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇത് നമുക്ക് പ്രത്യേകം ഒരു ഇത്ര മാർക്കാണ് വരിക എന്നുള്ള രീതിയിലൊന്നും നമുക്ക് സിലബസിൽ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കൊരു 7 വരെ ക്വസ്റ്റ്യൻസ്, 5 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിൽ കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് അഫെയർസിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കറണ്ട് അഫെയർസ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, എക്സാംസ് എഴുതി നോക്കുക, മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക, ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്, ഒരു കോഴ്സ് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൽ നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എക്സാംസ് അതും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എക്സാംസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 199 രൂപയുടെ കോഴ്സാണ് Y670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 22% ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ 60 ടെസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാക്സിമം എഴുതി നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സ്, ഒരു പൂർണ്ണമായിട്ടൊരു കോഴ്സ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ബുക്കും ടെസ്റ്റ് പാക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാവാനും സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഗൂഗിൾ ചെയ്യുക, അഡാ 247 മലയാളം. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാം കേട്ടോ, ഇതുപോലെ കാണാം. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ RRB ആണ്, ഏതാണെങ്കിലും നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കുറേ കോഴ്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു കോഴ്സാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, RRB NTP CBT 1 and 2 ഇതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസമായിട്ടുള്ള ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബാച്ച് സ്റ്റാർട്ടായി, ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ഭാഗമാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് പകരം Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട്. അങ്ങനെ മാക്സിമം കുറവ് എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഡ് യൂസ് ചെയ്യാം കേട്ടോ, Y670. പിന്നെ നെയിം കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു കോഴ്സിൻ്റെ സഹായത്തോടു കൂടി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ടെസ്റ്റ് പാക്ക് മാത്രം പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മോഡലൊക്കെ മനസ്സിലാക്കി ആ ഒരു രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ. ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ലൈവായിട്ടായിരിക്കും എല്ലാ കോഴ്സും ലഭിക്കുന്നത് കേട്ടോ. എല്ലാ കോഴ്സുകളും ലൈവായിരിക്കും. അതുപോലെ തന്നെ ഈ ബുക്ക്, ടെസ്റ്റ് സീരീസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെയാണെങ്കിലും മാക്സിമം നന്നായിട്ട് പഠിക്കുക. നമുക്ക് നമ്മുടെ മുന്നിൽ കുറച്ച് സമയമുണ്ട്, ഏകദേശം ഒരു 6 മാസത്തോളം നമുക്ക് നമ്മുടെ മുന്നിൽ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാവുന്നൊരു പരീക്ഷയാണ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിനെ പറ്റി നമുക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള രീതികളൊക്കെ ഒന്ന് നോക്കുക, അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ മേഖലകളിൽ ഞാൻ ഈ പറഞ്ഞ മേഖലകൾ ഓരോന്നോരോന്നായിട്ട് തീർക്കുക. അപ്പോൾ ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പക്ഷേ എന്താണ്, സ്മാർട്ട് വർക്ക് കൂടെ വേണം അല്ലേ. എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും ജയിച്ചു പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് തന്നെ വർക്ക് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്